പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 13, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. ഓരോ വ്യക്തികളുടെയും വിജയം അതിനു പുറകിൽ നല്ലൊരു ശ്രമം ഉണ്ടായിട്ടുണ്ട്. അതായത് നല്ലൊരു എഫേർട്ട് എടുത്തുകൊണ്ട് മാത്രമാണ് ഓരോ വ്യക്തികളും വിജയിക്കുന്നത്. അതുപോലെ നമ്മളുടെ വിജയത്തിനും നമ്മൾ സമയം കണ്ടെത്തിക്കൊണ്ട് നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. ഓരോ കോമ്പറ്റീഷനിലും കറണ്ട് അഫേഴ്സിന് പ്രാധാന്യം ഉള്ളതുകൊണ്ട് നമ്മൾ അല്പസമയം കറണ്ട് അഫേഴ്സിന് വേണ്ടി മാറ്റിവെക്കാൻ ശ്രമിക്കൂ. ജേഡിസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. ഇന്ന് ഓഗസ്റ്റ് 13, നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ദ ബൗണ്ടറീസ് ഓഫ് ദി നീലക്കുറിഞ്ഞി സാങ്ച്വറി ആർ കംപ്ലീറ്റഡ്. നീലക്കുറിഞ്ഞി വന്യജീവി സങ്കേതത്തിന്റെ അതിർത്തികൾ പൂർത്തിയായി. ഇന്നത്തെ ഹിന്ദു പത്രത്തിലെ വാർത്തയാണ്. അതായത് നീലക്കുറിഞ്ഞി സാങ്ച്വറിയുടെ അതിർത്തികൾ കംപ്ലീറ്റ് ആയി. എത്രയോ വർഷം മുമ്പ് നീലക്കുറിഞ്ഞി സാങ്ച്വറി ആ സങ്കേതം പ്രഖ്യാപിച്ചെങ്കിലും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ബൗണ്ടറി, ഒരു അതിർത്തി പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല. ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ വന്നിട്ടുള്ള വാർത്തയാണ്. നമുക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. കേരള റവന്യൂ വകുപ്പ് നീലക്കുറിഞ്ഞി വന്യജീവി സങ്കേതത്തിൻ്റെ അതിർത്തി അടയാളപ്പെടുത്തൽ എപ്പോഴാണ് പൂർത്തിയാക്കിയത്? ഓഗസ്റ്റ് 2025. ഇന്നത്തെ പത്രത്തിലെ വാർത്തയാണ്. അതായത് നീലക്കുറിഞ്ഞി സാങ്ച്വറിയുടെ അതിർത്തി കംപ്ലീറ്റ് ആയി. ഇത് അറിയിച്ചിട്ടുള്ളത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണ്. മൂന്നാറിലെ ദേവികുളം താലൂക്കിലെ കൊട്ടക്കമ്പൂർ വട്ടവട പ്രദേശത്തെ 32 ചതുരശ്ര കിലോമീറ്റർ സ്ഥലം നീലക്കുറിഞ്ഞി വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം ഒക്ടോബർ 6, 2006. 2006 കേരളത്തിൽ നീലക്കുറിഞ്ഞി സാങ്ച്വറി അത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് മൂന്നാറിലാണ്. മൂന്നാറിലെ ദേവികുളം താലൂക്കിൽ കൊട്ടക്കമ്പൂർ വട്ടവട എന്ന പ്രദേശത്ത് 32 സ്ക്വയർ കിലോമീറ്റർ ആ ഒരു പ്രദേശത്താണ് നീലക്കുറിഞ്ഞി സാങ്ച്വറി ഇത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൻ്റെ അതിർത്തിയാണ് ഇപ്പോൾ പൂർത്തിയാക്കിയ കാര്യം റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുള്ളത്. മൂന്നാറിലെ ദേവികുളം താലൂക്കിലെ കൊട്ടക്കമ്പൂർ വട്ടവട പ്രദേശത്ത് നീലക്കുറിഞ്ഞി വന്യജീവി സങ്കേതമായി 2006 ഒക്ടോബർ 6 ആരാണ് പ്രഖ്യാപിച്ചത്? അന്നത്തെ വനം മന്ത്രി ബിനോയ് വിശ്വം. 2006 ഒക്ടോബർ 6 അന്നത്തെ വനം മന്ത്രി ബിനോയ് വിശ്വം ആണ് നീലക്കുറിഞ്ഞി സാങ്ച്വറി അത് പ്രഖ്യാപിച്ചിട്ടുള്ളതും. 32 സ്ക്വയർ കിലോമീറ്ററിൽ മൂന്നാറിൽ ദേവികുളം താലൂക്കിലാണ് ഈ ഒരു സാങ്ച്വറി ഉള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഇന്ത്യസ് ടെസ്റ്റ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ നെയിംഡ് ICC മെൻസ് പ്ലെയർ ഓഫ് ദി മന്ത് ഫോർ ജൂലൈ. ഇന്ത്യൻ ടെസ്റ്റ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ജൂലൈയിലെ ICC പുരുഷ കളിക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതും ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തയാണ്. എല്ലാ മാസവും ഉണ്ടാകുന്ന ഒന്നാണ് ICC പ്ലെയർ ഓഫ് ദി മന്ത്. ഈ പ്രാവശ്യം ശുഭ്മാൻ ഗിൽ ആണ് ജൂലൈയിലെ ICC പ്ലെയർ ഓഫ് ദി മന്ത് ആയിട്ട് സെലക്ട് ആയിട്ടുള്ളത്. നമുക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജൂലൈയിലെ ICC പുരുഷ പ്ലെയർ ഓഫ് ദി മന്ത് ആയി ഇന്ത്യയിൽ നിന്ന് ആരെയാണ് തിരഞ്ഞെടുത്തത്? ശുഭ്മാൻ ഗിൽ. ഇന്ത്യൻ ടീമിൻ്റെ ടെസ്റ്റ് ക്യാപ്റ്റൻ ആണ് ശുഭ്മാൻ ഗിൽ. ശുഭ്മാൻ ഗില്ലിനാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ 2025 ജൂലൈയിൽ ICC പ്ലെയർ ഓഫ് ദി മന്ത് ആയിട്ട് സെലക്ട് ആയിട്ടുള്ളത്. ശുഭ്മാൻ ഗിൽ എത്ര തവണ ICC പുരുഷ പ്ലെയർ ഓഫ് ദി മന്ത് ആയി തിരഞ്ഞെടുക്കപ്പെട്ടു? 4 തവണ. 4ാമത്തെ പ്രാവശ്യമാണ് ശുഭ്മാൻ ഗിൽ ഇന്ത്യൻ ടെസ്റ്റ് ക്യാപ്റ്റൻ ആയിട്ടുള്ള ശുഭ്മാൻ ഗില്ലിനെ ICC പ്ലെയർ ഓഫ് ദി മന്ത് ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ICC പ്ലെയർ ഓഫ് ദി മന്ത് ആയിട്ട് സെലക്ട് ആയിട്ടുള്ള പ്ലെയർ ആണ് വിരാട് കോഹ്ലി. 2025 ജൂലൈയിലെ ICC വനിതാ പ്ലെയർ ഓഫ് ദി മന്ത് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? സോഫിയ ഡംഗ്ലി, ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിൻ്റെ സോഫിയ ഡംഗ്ലിയാണ് 2025 ജൂലൈയിലെ ICC പ്ലെയർ ഓഫ് ദി മന്ത് വിമൻസിൻ്റെ ആ ഒരു മേഖലയിൽ സെലക്ട് ആയിട്ടുള്ളത്. മെൻസ് ആണെങ്കിൽ ഇന്ത്യയുടെ ശുഭ്മാൻ ഗിൽ ആണ്. പുരുഷന്മാർക്കുള്ള ഏറ്റവും ഉയർന്ന ICC അവാർഡ് ഏതാണ്? സർ ഗാർഫീൽഡ് സോബേഴ്സ് ട്രോഫി. ICC പ്ലെയർ ഓഫ് ദി മന്ത് എല്ലാ മാസവും നൽകുന്ന ഒരു ട്രോഫിയാണെങ്കിൽ എല്ലാ വർഷവും ബെസ്റ്റ് പ്ലെയർ ഓഫ് ദി അവാർഡ് മെൻസിലാണെങ്കിൽ ICCയുടെ സർ ഗാർഫീൽഡ് സോബേഴ്സ് ട്രോഫിയാണ്. സ്ത്രീകൾക്കായുള്ള ഏറ്റവും ഉയർന്ന ICC അവാർഡ് ഏതാണ്? റേച്ചൽ ഹേഹോ ഫ്ലിൻറ്റ് ട്രോഫി. റേച്ചൽ ഹേഹോ ഫ്ലിൻറ്റ് ട്രോഫിയാണ് ഹയസ്റ്റ് അവാർഡ്. ഇത് ഇംഗ്ലണ്ട് താരമായിട്ടുള്ള റേച്ചൽ ഹേഹോ ഫ്ലിൻറ്റിൻ്റെ പേരിലാണ് ഈ ഒരു അവാർഡ് നൽകുന്നത്. സർ ഗാർഫീൽഡ് സോബേഴ്സ് ട്രോഫി ആണെങ്കിൽ പുരുഷന്മാർക്ക് ഇത് വെസ്റ്റ് ഇൻഡീസ് താരമായിട്ടുള്ള ഗാർഫീൽഡ് സോബേഴ്സിൻ്റെ പേരിലാണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ICC അവാർഡ് നൽകുന്നത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: LS passes Mines and Minerals Amendment Bill 2025.
ലോക്സഭ ഖനി ധാതു ബിൽ 2025 പാസാക്കി. ഖനി ധാതു എന്ന് പറയുമ്പോൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു മിനിസ്ട്രിയാണ്. കാരണം ഇന്ന് ഓരോ മിനറൽസും ഓരോ പ്രൊഡക്റ്റിൻ്റെയും അതിൻ്റെ പുറകിൽ എന്ന് പറയുമ്പോൾ പല റോ മെറ്റീരിയൽസ് ആണ്. അതായത് സോളാറിലേക്ക് ഉപയോഗിക്കുന്ന പല മിനറൽസും അതുപോലെ തന്നെ ഓരോ മെറ്റീരിയൽസിലും ഉപയോഗിക്കുന്ന മിനറൽസ് എല്ലാത്തിൻ്റെ എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷൻ ഇന്ന് വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഖനനം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഖനി ധാതു വികസന നിയന്ത്രണ നിയമത്തിലെ പ്രധാന ഭേദഗതികൾ ലോക്സഭ ഏത് മാസത്തിലാണ് പാസാക്കിയത്? 2025 ഓഗസ്റ്റ്. വളരെ പഴക്കം ചെന്നിട്ടുള്ള ഒരു നിയമമായിരുന്നു ഖനി ധാതു വികസന നിയന്ത്രണ നിയമത്തിലെ മാറ്റങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ 2025 ഓഗസ്റ്റിലാണ് ലോക്സഭ ഈ ബില്ല് പാസ്സാക്കിയിട്ടുള്ളത്, ഭേദഗതി പാസ്സാക്കിയിട്ടുള്ളത്. കൂടുതൽ വികസനത്തിന് വേണ്ടിയുള്ള ഒന്നാണിപ്പോൾ പാസ്സാക്കിയിട്ടുള്ള പുതിയ ബിൽ. ഖനി ധാതു ഭേദഗതി ബിൽ 2025 പ്രയോജനം ലഭിക്കുന്ന ട്രസ്റ്റിൻ്റെ പേര് ദേശീയ ധാതു പരിവേഷണ ട്രസ്റ്റ്, നാഷണൽ മിനറൽ എക്സ്പ്ലോറേഷൻ ട്രസ്റ്റ്. ഈ ഒരു ട്രസ്റ്റാണ് ഖനി ധാതുവിൻ്റെയൊക്കെ ആ ഒരു എക്സ്പ്ലോറേഷൻ, അതിൻ്റെ ഖനനത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ട്രസ്റ്റ്. ഈ ഒരു ട്രസ്റ്റിനാണ് ഇപ്പോൾ കൂടുതലായിട്ടുള്ള അധികാരം നൽകിയിട്ടുള്ളത്. അതായത് ഓരോ പ്രദേശങ്ങളിലും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലും പോയിട്ട് കൂടുതലായിട്ട് ഖനനം ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നതിന് വേണ്ടിയുള്ള അധികാരമാണ് ഇപ്പോൾ നാഷണൽ മിനറൽ എക്സ്പ്ലോറേഷൻ ട്രസ്റ്റിന് നൽകിയിട്ടുള്ളത് ഈ ഒരു പുതിയ അമെൻമെൻറ്റ് ബിൽ, അതായത് പുതിയ ഭേദഗതി ബിൽ വഴി. 2025 ഓഗസ്റ്റ് 12 ബിൽ ഭേദഗതിക്ക് ശേഷം ദേശീയ ധാതു പരിവേഷണ ട്രസ്റ്റിൻ്റെ പുതിയ പേരെന്താണ്? നാഷണൽ മിനറൽ എക്സ്പ്ലോറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ട്രസ്റ്റ്, ദേശീയ ധാതു പരിവേഷണ വികസന ട്രസ്റ്റ്. ഇതിനു മുമ്പ് ഇത് നാഷണൽ മിനറൽ എക്സ്പ്ലോറേഷൻ ട്രസ്റ്റ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ അത് നാഷണൽ മിനറൽ എക്സ്പ്ലോറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ട്രസ്റ്റ് എന്ന പേരിലാണ് ഇപ്പോൾ ഓഗസ്റ്റ് 12 അതായത് ഇന്നലെ നടന്നിട്ടുള്ള ആ ഒരു ലോക്സഭയിലെ ഭേദഗതി വഴി നടന്നിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്ന് ഖനനം എന്ന് പറയുമ്പോൾ വളരെയധികം ആഴങ്ങളിലേക്കും അതുപോലെ തന്നെ അത് കൂടുതലായിട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ മാത്രമല്ല മറ്റു രാജ്യങ്ങളിലും പോയിട്ട് ഇനി ഖനനം ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു അധികാരമാണ് നാഷണൽ മിനറൽ എക്സ്പ്ലോറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ട്രസ്റ്റിന് നൽകിയിട്ടുള്ളത്. 2024 മുതൽ നിലവിൽ 25ാമത് കേന്ദ്ര കൽക്കരി മന്ത്രിയും 45ാമത് കേന്ദ്ര ഖനി മന്ത്രിയുമായി സേവനമനുഷ്ഠിക്കുന്നത് ആരാണ്? ജി കിഷൻ റെഡ്ഡി. ജി കിഷൻ റെഡ്ഡിയാണ് 2024 മുതൽ യൂണിയൻ മിനിസ്റ്റർ ഓഫ് കോൾ ആൻഡ് മൈൻസ്. അടുത്തൊരു ന്യൂസ് റേറ്റിംഗ് ആണ്. 202 million ലിഫ്റ്റഡ് ഔട്ട് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ ബിറ്റ്വീൻ 2011-12 ആൻഡ് 2022-23. 2011-12 2022-23 ഇടയിൽ ഇന്ത്യയിൽ നിന്ന് 302 ദശലക്ഷം പേരെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സൈറ്റിൽ വന്നിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. അതായത് 302 മില്യൺ ലിഫ്റ്റഡ് ഔട്ട് ഓഫ് പോവർട്ടി, 302 ദശലക്ഷം പേരെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചു. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇൻട്രാ ഹൗസ് ഹോൾഡ് റിസോഴ്സ് അലോക്കേഷനും ദാരിദ്ര്യ നിരക്കിലെ മാറ്റങ്ങളും അനുസരിച്ച് 2011-12 2022-23 ഇടയിൽ എത്ര പേരെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചു? ഏകദേശം 302 ദശലക്ഷം. 30.2 കോടി ജനങ്ങളെയാണ് ഈ കഴിഞ്ഞ 2011-12 2022-23 ഇടയിൽ അവർ പോവർട്ടിയിൽ നിന്ന്, അതായത് ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് ഇൻട്രാ ഹൗസ് ഹോൾഡ് അലോക്കേഷൻ ഓഫ് റിസോഴ്സ് ആൻഡ് ചേഞ്ചസ് ആണ് പോവർട്ടിയിൽ. കുടുംബങ്ങളിലെ വിഭവങ്ങളുടെ വിഹിതവും ദാരിദ്ര്യ നിരക്കിലെ മാറ്റങ്ങളും അനുസരിച്ച് ദേശീയ ദാരിദ്ര്യ നിരക്ക് 2011-12 29.5% നിന്ന് എത്ര ശതമാനമായി കുറഞ്ഞു? 2011-12 29.5%, അതിൽ നിന്ന് 22-23 4%. അതായത് ഇത്രയും വർഷം കൊണ്ട് 4% ദാരിദ്ര്യം കുറഞ്ഞ ഒരു റിപ്പോർട്ട് ആണ് ഇപ്പോൾ എടുത്തു പറഞ്ഞിട്ടുള്ളത്. 2011-12 29.5% ദാരിദ്ര്യത്തിൻ്റെ കണക്ക്. എന്നാൽ അതിപ്പോൾ 2022-23 ആയപ്പോഴേക്കും 4% കുറഞ്ഞു. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിങ്: ഓഗസ്റ്റ് 12 ഡിക്ലെയർഡ് ആസ് സഫായി ആന്തോളൻ ഡേ. ഓഗസ്റ്റ് 12 സഫായി ആന്തോളൻ ദിനമായി പ്രഖ്യാപിച്ചു. ഇതൊരു ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തയാണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം.
സിന്ധു നദി സംരക്ഷണത്തിനായുള്ള സഫായി ആന്തോളൻ ദിനമായി ഓഗസ്റ്റ് 12 പ്രഖ്യാപിച്ചത് ആരാണ്? ലഡാക്ക്. ലഡാക്ക് ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട്, അതായത് ഓഗസ്റ്റ് 12 എല്ലാ വർഷവും ഇനി മുതൽ സഫായി ആന്തോളൻ ഡേ ആയിട്ട് ആചരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇത് പ്രധാനമായിട്ടും പറയുമ്പോൾ ഇൻഡസ് റിവർ കൺസർവേഷൻ, സിന്ധു നദിയുടെ സംരക്ഷണം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ദിനമായിട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ലഡാക്ക് എപ്പോഴാണ് ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശമായത്? 2019 ഒക്ടോബർ 31. 2019 ഒക്ടോബർ 31 മുതൽ യൂണിയൻ ടെറിട്ടറി ഓഫ് ഇന്ത്യ ആണ് ലഡാക്ക്. ജമ്മു കാശ്മീർ എന്ന സംസ്ഥാനമാണ് 2 യൂണിയൻ ടെറിട്ടറീസ് ആക്കി മാറ്റിയിട്ടുള്ളത്. ഒന്ന് ജമ്മു ആൻഡ് കാശ്മീറും മറ്റൊന്ന് ലഡാക്കാണ്. 2019 ഒക്ടോബർ 31 ആണ് ലഡാക്ക് അത് യൂണിയൻ ടെറിട്ടറി ഓഫ് ഇന്ത്യ ആയിട്ട് മാറിയിട്ടുള്ളത്. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണെന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജെഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.